ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കിട്ടാതെ പോകുന്നതും ഇനി കിട്ടിയവർക്ക് തന്നെ നഷ്ടപ്പെട്ടു പോകുമോ എന്ന പേടിയുള്ളതുമായ ഒരേ ഒരു കാര്യം ലോകത്തുണ്ടെങ്കിൽ അൽ ഈമാൻ. ഈമാനാണ്, വേറൊന്നുമല്ല. അതുകൊണ്ടാണ് കർമ്മങ്ങളെ കുറിച്ച് പറയുന്നതിന്റെ മുമ്പൊക്കെ ഖുർആൻ ഇല്ലല്ലദീന ആമനു ഇന്നല്ലദീന ആമനു വല്ലദീന ആമനു ആദി ഈമാന പറയുന്നത്. ഈമാൻ തെറ്റിപ്പോകും. അൽ ഇസ്റാറു അലൽ മഅസിയ, തെറ്റോടെ തെറ്റ്, ഹറാമോടെ ഹറാം, പെരും തെറ്റുകൾ. അതിന് ഉദാഹരണം കിതാബ് പറയുന്നത് തന്നെ കശുർബിൽ ഖംർ, ലഹരിയുടെ ഉപയോഗം എന്നുള്ളതാണ്. അതിന് ഉദാഹരണം ഇടുന്നത് തന്നെ അതാണ്. അതുപോലെ അതേ കിതാബിൽ തന്നെ കാണാം അൽ ഗഫ്ലത്തു അൻ അഹ്കാമില്ല, അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ജീവിതം നയിച്ചാൽ മോനെ ഈമാൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അള്ളാഹു നമ്മയും അഹലുകാരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. 480 കോടി മനുഷ്യന്മാരിൽ 4 ഭാഗമാക്കിയാൽ ഒരു പാർട്ട് പോലുമില്ല ലോകത്ത് മുസ്ലിമീങ്ങൾ. ഇല്ല ഇല്ല. ന്യൂനപക്ഷം മനുഷ്യർക്ക് ഈമാൻ അള്ളാഹു നിഅമത്ത് കൊടുത്തിട്ടുള്ളൂ. 999 പേര് നരകത്തിലേക്ക് പോകുമ്പോഴാ ഒരു സ്വർഗ ടിക്കറ്റ് മുറിയ. 120 സ്വഫുണ്ട് മഹ്ശറയില്, അതിൽ 117 സ്വഫും നരകത്തില. ഈ 3 സ്വഫിൽ ആരൊക്കെ ഉണ്ട്? ലക്ഷത്തിലധികം വരുന്ന സ്വഹാബത്ത്, അഹ്ലുബൈത്ത്, ഔലിയാക്കൾ, അയിമ്മത്ത്. അതിന്റെ ഇടയിൽ തിരികെ കയറണ്ടേ? നമുക്ക് കയറണ്ടേ? അങ്ങനെ കയറണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ മരണം വരെ കള്ളിന്റെ ചഷകം നമ്മുടെ അധരങ്ങളിൽ, ചുണ്ടുകളിൽ ടച്ച് ചെയ്യരുത്. എന്തിന്റെ പേരിലാണെങ്കിലും ഒന്ന് നുണയാം, എനർജി കിട്ടും, ഭയങ്കര ഓർമ്മശക്തി കിട്ടും എന്നൊക്കെ പറഞ്ഞ് ക്യാമ്പസിന്റെ അകത്തളങ്ങളിൽ നിങ്ങളെ വൃത്തികേടിലേക്ക് മാടി വിളിക്കുമ്പോൾ അരുത് കൂട്ടുകാരെ, അരുത്. വല്ലാഹി ലാ യുഅ്മിൻ എന്ന ഹദീസ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം.